ഇത് നമ്മുടെ പരിപാടി എന്തോ നിർത്തിച്ചൂടാനുള്ള പരിപാടിയാണ്. കേരളത്തെക്കുറിച്ച് വെറുപ്പും വിദ്വേഷവും പടർത്തിയ കേരള സ്റ്റോറി എന്ന ചിത്രത്തിന് 2ാം ഭാഗം വരികയാണ്. ഒന്നാം ഭാഗത്തെ കടത്തിവെട്ടുന്ന വർഗീയ വിഭജനമാണ് ലക്ഷ്യം എന്ന് ട്രെയിലറിൽ നിന്ന് വ്യക്തം. വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ, ചിരിക്കരുതേ. लेकिन बीफ नहीं खाऊंगी. എങ്ങനെ? लेकिन बीफ नहीं खाऊंगी. ഈശ്വര, ഇവിടെ ആരുമില്ലല്ലോ ഇതൊന്ന് പറഞ്ഞു ചിരിക്കാനായിട്ട്. കേരള സ്റ്റോറി 2 വിവാദ ചിത്രമല്ല, അലമ്പ് ചിത്രം. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. മൊത്തം അസംബന്ധവും അശ്ലീലവും നിറഞ്ഞിരിക്കുന്ന ഒരു സിനിമ. ഞങ്ങളെപ്പോലുള്ള മലയാളികളുടെ പേരുടെ തന്നെപ്പോലുള്ള അലവലാദികൾ വന്ന് നാറ്റിക്കും. This film, Kerala Story 2, is basically about Kerala and then how it's spreading all over the country. So I don't think so anything wrong we have shown, anything false we have shown. രാജ്യത്ത് നിലനിൽക്കുന്ന സാഹചര്യമാണ് സിനിമയിൽ പറഞ്ഞതെന്നും കേരളത്തിലെ മുഖ്യമന്ത്രി യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കട്ടെ എന്നുമായിരുന്നു സിനിമയുടെ സംവിധായകൻ കാമാഖ്യ നാരായണ സിംഗ് ഏഷ്യനെറ്റ് ന്യൂസിനോട് പ്രതികരിച്ചത്. ഇതൊക്കെ കേട്ടിട്ട് എന്റെ മസിൽസ് വെട്ടി കേറിയിട്ട് വയ്യ. മോനെ, ജാനകി എന്ന നായികയ്ക്ക് പേരിട്ടാൽ നായകൻ ബീഫ് കഴിച്ചാൽ കത്രിക വെക്കുന്ന സെൻസർ ബോർഡ് മുസ്ലിം ജനവിഭാഗത്തെ ഭീകരവൽക്കരിക്കുന്ന ഈ വെറുപ്പിന്റെ വിപണനത്തിന് സമ്പൂർണ്ണ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത് 24 പ്രധാനപ്പെട്ട കട്ടുകളാണ് എമ്പുരാന് നിർദ്ദേശിക്കപ്പെട്ടിരുന്നത്. വിജയുടെ ജനനായകൻ റിലീസിന് അനുമതിയില്ല. സെൻസർ ബോർഡിന്റെ അപ്പീലിൽ മദ്രാസ് ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. സെൻസർ ബോർഡ് ഹാൽ എന്ന ചിത്രത്തിന് കത്രിക വെച്ചതാണ്. അതായത് അതിൽ നിന്ന് ഏതാണ്ട് 19ഓളം സീനുകൾ മാറ്റണം എന്ന് പറഞ്ഞു സെൻസർ ബോർഡ് പറഞ്ഞു. അത് നിന്റെ ഈ തൊട്ടിത്തരം കണ്ടിട്ട് എനിക്കങ്ങോട്ട് സഹിക്കാൻ പറ്റുന്നത്. ചില വാക്കുകൾ, ബിരിയാണി, ബീഫ് ബിരിയാണി എന്ന വാക്ക്, മറ്റൊന്ന് സംഘം കാവലുണ്ട്, ധ്വജപ്രണാം, അങ്ങനെയുള്ള വാക്കുകളാണ് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിർമ്മാതാവ് പറഞ്ഞെന്തറിയോ, അത് കേരളവുമായി ബന്ധപ്പെട്ട സിനിമയൊന്നുമല്ല കേട്ടോ, കേരളത്തിലുള്ള കാര്യങ്ങളൊന്നുമല്ല. പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ടത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? കേരളത്തിന്റെ അല്ലെങ്കിൽ റിയൽ സ്റ്റോറി എന്ന് പറഞ്ഞ് വേറെ ഏതെങ്കിലും പേരുണ്ടായിരുന്നു? അതുകൊണ്ട് തന്നെ അവന്റെ രോഗം കണ്ണുകടിയാണെന്ന് അവർക്ക് എനിക്ക് മനസ്സിലായി. കേരളത്തിന്റെ പേര് വിട്ടിട്ട് പറയുകയാണ് കേരളത്തിന്റെ സ്റ്റോറി ഒന്നും അല്ല എന്നാണ്. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. സംവിധായകൻ അപകടം മനസ്സിലായി. സംവിധായകൻ എന്ന് പറഞ്ഞു അല്ലല്ല, കേരളത്തിന്റെ സ്റ്റോറി തന്നെയാണ്. ഇതിൽ 10-37 പേരെ ഡൽഹിയിൽ കൊണ്ടുവന്നൊരു വാർത്താ സമ്മേളനം നടത്തി. അതിൽ ഒരാൾ പോലും, ഇനി അയാളുടെ അയലത്തുള്ള ആളുകളും കേരളത്തിലുള്ള ആൾക്കാരില്ല. കള്ളം പറയുമ്പോൾ ആലോചിച്ച് വേണം പറയാൻ. You should not contradict yourself. അത് ഒരാള് പിക്ചർ ഉണ്ടാക്കുന്നു, അത് അദ്ദേഹത്തിന്റെ അവകാശമല്ലേ പിക്ചർ ഉണ്ടാക്കാൻ. ഇവിടെ ഈ നാട്ടിൽ പിക്ചർ ലവ് ജിഹാദിനെ കുറിച്ചൊരു പിക്ചർ ഉണ്ടാക്കാൻ ആർക്കും അവകാശമില്ലേ? എടി പെണ്ണെ, നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അല്ല, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അത് ഇഷ്ടമല്ലെങ്കിൽ കാണണ്ട. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമെന്നറിയാം. സംഘപരിവാറിന് വേണ്ടിയാണോ സിനിമ സെൻസർ ചെയ്യുന്നതെന്നൊരു ചോദ്യം കൂടി വരുന്നില്ല. എന്താ ഇത്ര സംശയം? മതസൗഹാർദ്ദവും സാമൂഹ്യ സമാധാനവും നിലനിൽക്കുന്ന കേരള സംസ്ഥാനത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ബോധപൂർവം ചിലർ ശ്രമിക്കുന്നു. അതിന് സിനിമയെ ദുരുപയോഗപ്പെടുത്താനുള്ള നീക്കങ്ങളുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇങ്ങനൊന്നും ചെയ്യില്ല. 5-6 അബദ്ധമൊക്കെ എല്ലാവർക്കും പറ്റേ. ഇനി ഒന്നുമില്ലല്ലേ പറയാനെ? ഒന്നുമില്ല, അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നത് പോയി.